ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വന്തം മരണത്താൽ നമുക്ക് ജീവൻ നൽകിയവനും തന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നമുക്ക് ജീവന്റെ പ്രത്യാശ നൽകി തരികയും ചെയ്തവനും വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഏവർക്കും ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിന്റെ സന്തോഷം നിറഞ്ഞ സുദിനം ആശംസിക്കുന്നു. ഈ അനുഗ്രഹീത ദിനത്തിൽ ധ്യാനത്തിനായി നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അതിന്റെ 2-ാമത്തെ വാക്യം കുറിവാക്യമായി വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. വാക്യം 2. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിൽ സുവിശേഷകൻ വിശദമാക്കി വിവരിക്കുന്നു. വായിച്ച കുറിവാക്യത്തെ ആസ്പദമാക്കി 2 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ഉയർപ്പ് സർവചരാചരങ്ങളുടെയും മഹാസന്തോഷത്തിന്റെ സുദിനമാണ്. ഉയർപ്പ് സർവചരാചരങ്ങളുടെയും മഹാസന്തോഷത്തിന്റെ സുദിനമാണ്. അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ പതിവായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യന്റെ കിരണങ്ങൾക്ക് അന്ന് എന്തായിരിക്കും പ്രത്യേകത? 2 നാൾ മുന്നമേ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂക്കപ്പെട്ട തന്റെ സൃഷ്ടാവിന്റെ നഗ്നത കാണുവാൻ കഴിയാതെ നട്ടുച്ചയ്ക്ക് അതേ സൂര്യൻ തന്റെ രശ്മികൾ മറച്ചു കളഞ്ഞതാണ്. എന്നാൽ ഈ 3-ാം നാൾ പ്രഭാതം സൂര്യൻ ഉദിക്കുന്നത് മരണത്തെ ജയിച്ച തന്റെ ഉടയവന്റെ തുറന്ന കല്ലറയെ ലോകത്തിന് വെളിവാക്കാനാണ്. ഇത് സർവചരാചരങ്ങളുടെയും മഹാസന്തോഷത്തിന്റെ സുദിനമാണ്. രണ്ടാമതായി, ഉയർപ്പ് പുതുജീവന്റെ പ്രത്യാശ. സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. ഉദയസൂര്യൻ പ്രതീക്ഷയുടെ പ്രതീകമാണ്. എന്നാൽ കല്ലറ എല്ലായ്പ്പോഴും അസ്തമനത്തിന്റെയും. കബറിടത്തിന്റെ മുന്നിൽ ഉയരുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ പോലെ ധാരാളം ചോദ്യങ്ങളും വീർപ്പുമുട്ടലുകളും വേദന നിറഞ്ഞ മൗനമായി കബറിട തുല്യമായ ജീവിതം നയിക്കുന്ന എത്രയോ ആളുകൾ. അവർക്ക് മുന്നിൽ യേശുവിന്റെ തുറന്ന കല്ലറ നൽകുന്നത് പുത്തൻ പ്രതീക്ഷകളാണ്. അസ്തമനത്തിന്റെ പ്രതീകമായ കല്ലറയിൽ നീതിസൂര്യൻ പ്രവേശിച്ചപ്പോൾ ഉദയസൂര്യന്റെ പ്രകാശത്തിൽ തെളിയുന്നത് പുതുജീവന്റെ പ്രത്യാശയാണ്. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ് ഈ പ്രപഞ്ചത്തിന്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ്. അവനിലൂടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാൻ നമുക്ക് സാധ്യമാകും. അവന്റെ തുറന്ന കല്ലറയെ വെളിവാക്കുന്ന പ്രകാശകിരണങ്ങളായി ഈ ലോകത്തിൽ പ്രശോഭിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും അനുരൂപപ്പെടുവാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, ഈ ലോകത്തിൽ അങ്ങയുടെ ജീവന്റെ സാക്ഷികളായി അനേകർക്ക് പ്രത്യാശയും പ്രതീക്ഷയും പകരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ.